ജിത്തു ജോസഫ് പറഞ്ഞായിരുന്നു കൂടുതൽ എക്സ്പെക്ടേഷൻസ് ഒന്നും വെക്കരുതെന്ന്. ട്വിസ്റ്റോടെ ട്വിസ്റ്റ്, വിചാരിക്കാത്ത ട്വിസ്റ്റുകളാ. നല്ല മൂവിയാ. എനിക്ക് സങ്കടം വന്നു ആക്ച്വലി. നല്ല പടമാണ്, അടിപൊളിയായിട്ടുണ്ട്. ഫാമിലി ആയിട്ട് കാണാൻ പറ്റിയ പടമാണ്. സൂപ്പറാ. അതിനേക്കാളും ഒന്നുകൂടി നന്നായോ സംശയം. നമ്മൾ വിചാരിക്കാത്ത ട്വിസ്റ്റുകളാ, അതാണ് സംഭവം. അടിപൊളി പടം. ക്ലൈമാക്സ് അടിപൊളി. ക്ലൈമാക്സ് ഇന്റർവെല് നന്നായിട്ടുണ്ട്. സെറ്റായിരുന്നു, കൊള്ളാം, എന്തായാലും കാണണമെന്നാണ് പറയണത്. അടിപൊളിയാണ്, തിയേറ്റർ എക്സ്പീരിയൻസ് മിസ് ചെയ്യരുത്. പടം കൊള്ളാം. കാര്യമെന്ന് വെച്ചാൽ ഒരു മൂന്നാമത്തെ ആക്കുക എന്നുള്ളത് അത്രയും വലിയ ടഫായിട്ടുള്ള ഒരു കണ്ടീഷനിൽ നിന്നിട്ട് പോലും ആ ലെവലിൽ കൊണ്ടെത്തിക്കാൻ പറ്റണ ഭയങ്കര ഒരു വിജയമാണ്. നല്ല പടം. പടത്തിന് മുമ്പ് ജിത്തു ജോസഫ് പറഞ്ഞായിരുന്നു കൂടുതൽ എക്സ്പെക്ടേഷൻസ് ഒന്നും വെക്കരുതെന്ന്. പക്ഷേ പടം ഗംഭീരമായിരുന്നു. ട്വിസ്റ്റോടെ ട്വിസ്റ്റ് അടിപൊളി, സെറ്റായിട്ട് കംപ്ലീറ്റ് ആക്കി. തേർഡ് പാർട്ട് എൻജോയ് ചെയ്തു. അടിപൊളി സിനിമ. നല്ല സിനിമ, നല്ല സസ്പെൻസ് ത്രില്ലറായിരുന്നു. സൂപ്പർ, അടിപൊളി സൂപ്പർ ഫിലിം, അടിപൊളി. നല്ല പടമായിരുന്നു. കിട്ടില്ല, സൂപ്പർ, നൈസ് മൂവി, നല്ലായിരുന്നു. ഡയറക്ടർ ട്വിസ്റ്റ് ഇല്ലാന്ന് അഭിമുഖത്തിൽ പറഞ്ഞപ്പോൾ ഇങ്ങനെ സെക്കൻഡ് ഹാഫിൽ ഇങ്ങനെ നമ്മളെ ഇതാക്കി കളയുമെന്ന് വിചാരിച്ചില്ല. പക്ഷെ നല്ല ഇഷ്ടപ്പെട്ടു. നല്ല മൂവിയാ. അടിപൊളി, നല്ല ഫിലിം, നന്നായിട്ടുണ്ട്. ഉഗ്രൻ. ലാലേട്ടൻ സിനിമ അടിപൊളിയായിരുന്നു. 1ഉം 2ഉം അതിലും ഗംഭീരമായിട്ട് 3 വന്നിട്ടുണ്ട്. എനിക്ക് ഒരുപാട് ഇഷ്ടമായി. ഞാൻ ഫാമിലി ഒരു മൂവി ആയി ഒന്ന് കണ്ടു, പക്ഷെ എനിക്ക് അതിനെയൊക്കെ ആയിട്ടും ബെറ്റർ ആയിട്ട് ഇത് തോന്നി. പിന്നെ ഞാൻ കുറച്ചൊക്കെ കരഞ്ഞു. എൻ്റെ ഫ്രണ്ട്സൊക്കെ ആളൊന്ന് കരയുന്നുണ്ടായിരുന്നു. എനിക്ക് സങ്കടം വന്നു ആക്ച്വലി. നല്ല സിനിമയായിരുന്നു, എനിക്ക് ഒത്തിരി ഇഷ്ടമായി. നന്നായിട്ടുണ്ട്, അടിപൊളി. ഒന്നും പറയാനില്ല, സൂപ്പർ. ദൃശ്യം 4 വേണ്ടി വെയിറ്റിംഗ് ആണ്. സൂപ്പർ പടം, ഗംഭീര പടം, അന്യ പടം, ഗംഭീര പടം, പീക്കായിട്ടും ഒരു രക്ഷയില്ല. അടിപൊളിയായിരുന്നു.